ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ്. വയനാട് ബാവലിൽ യുവാക്കൾക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. ബൈക്ക് യാത്രികരായ യുവാക്കൾ തലനാരിയേക്കാണ് രക്ഷപ്പെട്ടത്. മൈസൂരിലേക്ക് പോവുകയായിരുന്ന പുൽപ്പള്ളി സ്വദേശികളാണ് കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ടത്. ഞാനും എൻ്റെ ചേട്ടനും കൂടെ ഇന്ന് രാവിലെ മാനന്തവാടിയിൽ നിന്ന് മൈസൂർക്ക് പോകുന്ന വഴിക്ക് നാഗർകോള ഫോറസ്റ്റിൽ നിന്നും ഒരു ആന റോഡ് സൈഡിൽ നിൽക്കും. റോഡ് സൈഡിൽ നിന്ന് കാട്ടിലേക്കായിരുന്നു നിന്നിരുന്നത്. നമ്മൾ വിചാരിച്ചു കടന്നു പോകാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് ആന നമ്മുടെ നേരെ തിരിഞ്ഞോടി വരികയും. രാഹുൽ സുരേഷ് വയനാട് എന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. രാഹുൽ, തലനാരിയേക്കാണ് രക്ഷപ്പെട്ടത്, ജീവൻ രക്ഷപ്പെട്ടെന്ന ആശ്വാസം. ഈ മേഖലയിൽ ഇതൊരു പതിവ് കാഴ്ചയാകുന്നു. ലോറിയാണ് രക്ഷകരായത്. വിവരങ്ങൾ? സുഹൈൽ, അത്ഭുതത്തോടെ നെഞ്ചിരിപ്പോടെ അങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ കാണാനാകുകയുള്ളൂ. പുൽപ്പള്ളിയിൽ നിന്നും മൈസൂരിലേക്ക് പോകുകയായിരുന്നു ഈ യുവാക്കൾ. പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴാണ് ബാവലി റോഡിൽ വെച്ച് ഈ ബൈക്കിന് നേരെ കാട്ടാന പാഞ്ഞെടുക്കുന്നത്. ആദ്യം ഇവർ പറഞ്ഞ പോലെ തന്നെ കാട്ടിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വാഹനം എത്തിയതോടെ ഈ വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. പുറകിലിരുന്ന യുവാവ് ഇറങ്ങി ഓടി. പക്ഷേ വാഹനം ഓടിച്ചിരുന്ന ആൾക്ക് ഓടി മാറാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഈ വാഹനവും അദ്ദേഹത്തെ സഹിതം ഈ കാട്ടാന കുത്തി വീഴ്ത്തുകയായിരുന്നു. പക്ഷേ ആക്രമിച്ചില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. ഈ സമീപത്തോടെ ആ സമയത്ത് വന്ന വാഹനമാണ് ഇവർക്ക് രക്ഷകരായത്. ഈ വാഹനം നീട്ടി ഹോണടിച്ചു. ഇതോടെ ആ ഹോണടി കേട്ടാണ് ഈ കാട്ടാൻ അവിടെ നിന്ന് മാറുന്നത്. തുടർന്ന് ഈ രണ്ട് യുവാക്കളും ഈ ലോറിയിൽ കയറി അഭയം പ്രാപിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇരുവരും പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്നത്. എന്താണെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഹൈൽ.